കമ്മീഷനെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരെ തുറന്ന കത്തെഴുതി 272 മുൻ ജഡ്ജിമാരും ഉദ്യോഗസ്ഥരും. വോട്ടുകൊള്ള ആരോപണം ഉന്നയിച്ച രാഹുൽ ഗാന്ധി നടത്തിയ പ്രചരണം ഏറ്റില്ല എന്നതാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും വോട്ട് ചോരി ആരോപണവുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുമോ എന്ന കാര്യം സംശയമാണ്. രാഹുൽ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. ഇതിനിടെ രാഹുൽ ഗാന്ധിയെ പ്രതിരോധിക്കാനുള്ള നീക്കം മറ്റൊരു വശത്ത് ശക്തമായി നടക്കുകയും ചെയ്യുന്നു. വോട്ടുകൊള്ള ആരോപണം ഉന്നയിച്ച രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു തുറന്ന കത്തെഴുതിയിരിക്കുകയാണ് ഒരുപറ്റം മുതിർന്ന മുൻ ഉദ്യോഗസ്ഥർ. 272 പ്രമുഖരാണ് രാഹുലിനെ വിമർശിച്ച തുറന്ന കത്തിൽ ഒപ്പുവെച്ചത്. 16 ജഡ്ജിമാരും 14 അംബാസഡർമാരും 133 വിമുക്ത ഭടന്മാരും കത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ രാഹുലിന്റെ വിമർശനത്തെ അപലപിച്ചാണ് കത്ത്. SIR പ്രക്രിയയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും രാഹുൽ ഗാന്ധി തുടർച്ചയായി വിമർശിക്കുന്നതിനിടെയാണ് ഈ സംഭവം. ഇന്ത്യയുടെ ജനാധിപത്യം ബലപ്രയോഗത്തിലൂടെയല്ല, മറിച്ച് അതിന്റെ അടിസ്ഥാന സ്ഥാപനങ്ങൾക്കെതിരെയുള്ള വിഷലിപ്തമായ ആരോപണത്തിന്റെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റത്തിലൂടെയാണ് ആക്രമിക്കപ്പെടുന്നതെന്ന് സിവിൽ സമൂഹത്തിലെ മുതിർന്ന പൗരന്മാരായ ഞങ്ങളുടെ ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിക്കുന്നുവെന്ന് ദേശീയ ഭരണഘടനാ അധികാരികൾക്കെതിരായ ആക്രമണം എന്ന തലക്കെട്ടോടെ എഴുതിയ കത്തിൽ ഒപ്പിട്ടവർ പറഞ്ഞു. ഇന്ത്യൻ സായുധ സേനയുടെ വീര്യത്തെയും നേട്ടങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് അവരെയും നീതിന്യായ വ്യവസ്ഥയെയും പാർലമെന്റിനെയും ഭരണഘടനാ പ്രവർത്തകരെയും ജുഡീഷ്യറിയെയും കളങ്കപ്പെടുത്താൻ ശ്രമിച്ചതിനു ശേഷം ഇപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമഗ്രതയ്ക്കും പ്രശസ്തിക്കും നേരെയുള്ള വ്യവസ്ഥാപിതവും ഗൂഢാലോചനപരവുമായ ആക്രമണങ്ങളെ നേരിടേണ്ട സമയമാണിതെന്നും കത്തിൽ പറയുന്നു. അതേസമയം ബീഹാർ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ മുന്നണിയിലും തർക്കങ്ങൾ ഉയരുന്നുണ്ട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ ഇന്ത്യ പ്രതിപക്ഷ സഖ്യത്തിൽ നേതൃമാറ്റം വേണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മറ്റു ഉന്നത നേതാക്കൾ എന്നിവർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി റാലികൾ നടത്തിയിട്ടും തിരിച്ചടി ഉണ്ടായതാണ് സഖ്യത്തിലെ മറ്റു കക്ഷികളെ ചൊടിപ്പിച്ചിരിക്കുന്നത്.